ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. ഇപ്പോൾ രാവിലെ ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു ബിറ്റ്വീൻ അനുമോൾ ആൻഡ് ലക്ഷ്മി. അതിൽ അനുമോൾ ചെയ്തതും തെറ്റാണ്, ലക്ഷ്മി ചെയ്തതും തെറ്റാണ്. ബിക്കോസ് ലക്ഷ്മിക്ക് ഓൾറെഡി ഒരു വാർണിംഗ് കൊടുത്താണ്. ഓൾറെഡി ഞാൻ എന്താ സംഭവം എന്ന് നമുക്ക് കാണാം. ഞാൻ പറയാം. രാവിലെ, അതായത് ഏറ്റവും ലേറ്റായിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഫ്രഷായി എല്ലാ പണികളൊക്കെ ചെയ്ത്, ഇപ്പം കിച്ചൺ ടീമും കൂടെ അനുമോൾ ആയതുകൊണ്ട് എല്ലാ പണികളൊക്കെ ചെയ്ത് വളരെ ലേറ്റായിട്ടാണ് അനുമോൾ കിടക്കുന്നതും. കാരണം രാവിലത്തേക്കുള്ളത് ഷാനവാസും അനുമോളും കൂടെ ചേർന്നിട്ടാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. സവാള എന്തെങ്കിലുമൊക്കെ അരിയാറുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനുമോൾ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ കഴുകി അവിടെ ചെയ്യുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റിട്ടാണ് പിന്നെ ആ ഡ്രസ്സുകൾ അനുമോൾ വാഷ് ചെയ്യാറ്. അതായത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ മുക്കി വെച്ചിട്ട്, അതായത് ഓൾറെഡി കഴുകി വെച്ച സാധനം എന്തോത്തിലോ, എനിക്ക് തോന്നുന്നു എന്തോ കംഫർട്ടിലോ ഉജാലയിലോ എന്തെങ്കിലും മുക്കി വെച്ചിട്ട് രാവിലെ വന്നിട്ടാണ് അത് കഴുകുന്നത്. അതെപ്പോഴും അനുമോൾ ചെയ്യാറുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം അതിനുശേഷം ഇന്ന് രാവിലെ ലക്ഷ്മി ആ ബാത്റൂമിൽ കയറിയപ്പം ഈ ബക്കറ്റിൽ ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ടു. ലക്ഷ്മി എന്ത് ചെയ്യുന്നു വെച്ചാൽ കഴിഞ്ഞ ഒരു 2-3-5 വീക്കൊക്കെ മുന്നേ ലക്ഷ്മി ചെയ്ത അതേ പരിപാടി, അതായത് സോഫയിലുണ്ടായിരുന്ന ആര്യൻ്റെ വൈറ്റ് ടീഷർട്ട് എടുത്ത് തറയിട്ടതുപോലെ തന്നെ ലക്ഷ്മി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇത്രയും എന്തോ കണ്ണിങ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള ആളിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല. ആ ഡ്രസ്സ്, അതായത് വാഷ് ചെയ്ത ഡ്രസ്സ്, അത് ബാത്റൂമിലേക്ക് ഇട്ടു. അതായത് അവിടെയുള്ള ഹാങ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഒന്ന് വാർണിംഗ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആരുടെയാണെന്ന് ചോദിക്കാതെ ഒന്നും ചെയ്യാതെ അതെടുത്ത് തറയിലോട്ടിട്ടു. അത് വളരെ തെറ്റായ പ്രവണതയാണ് സത്യം പറഞ്ഞ ലക്ഷ്മിയുടെ. അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ബിഗ് ബോസ് വീട്, അതായത് നമ്മുടെ വീടാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ രാത്രി മുക്കി വെച്ചിട്ട് രാവിലെ കഴുകാം നമുക്ക്. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബാക്കിയുള്ള ആൾക്കാരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അനുമോൾ ചെയ്യുന്നതിനേക്കാളും തെറ്റ് ലക്ഷ്മി ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഓൾറെഡി കഴുകി വെച്ച സാധനം അതെടുത്ത് തറയിലിട്ടു. അത് തെറ്റായ പ്രവണതയാണ്. അപ്പോൾ അതിനെ പറ്റിയായിരുന്നു രാവിലെ അടി തുടങ്ങിയത്. പക്ഷേ സാബുമാൻ വളരെ കൃത്യമായിട്ട്, ക്യാപ്റ്റൻ എന്ന നിലയിൽ സാബുമാൻ വളരെ കൃത്യമായി ആക്റ്റീവായിട്ട് അതിനൊരു സംസാരം ഉണ്ടായി. ആദ്യം അനുമോളുടെയൊക്കെ ചെന്നു, അനുമോളെ അതിനത് ചെയ്യരുത്, എന്താ പറയുക, ഇനി നീ അങ്ങനെ ചെയ്യുമോ, രാത്രി തന്നെ നീ കഴുകിയിട്ടേക്കണം. അപ്പോൾ അനുമോൾ പറഞ്ഞു ശരി, ഞാൻ ഇനി അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ലക്ഷ്മിയെ ഇനി പിടിച്ചോളാം പറഞ്ഞാൽ ലക്ഷ്മിയുടെ ചോദിച്ചു. സാബുമാൻ എവിടെയാണ് തുണി എടുത്തിട്ട്, അപ്പോൾ തറയിലിട്ടെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു വളരെ തെറ്റാണ്, വളരെ മോശമാണ് ലക്ഷ്മി നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി നിങ്ങൾക്കൊരു വാർണിംഗ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാമായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും ഭാഗത്തു നിന്നും വന്ന വലിയൊരു മിസ്റ്റേക്കാണ് ലക്ഷ്മി, അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇടയ്ക്ക് ഷാനവാസ് വരുന്നുണ്ട്. ഷാനവാസ് അനുമോളോട് പറഞ്ഞു, അനുമോളെ നീ അങ്ങനെ ചെയ്യരുത്, ഇപ്പം ബിഗ് ബോസ് വീടല്ലേ, അപ്പം നമ്മളെല്ലാവരും മാനിക്കണം, അത് കറക്റ്റാണ്, നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ വീട് പോലല്ല ബിഗ് ബോസ് വീട്. അപ്പം ലക്ഷ്മി ചെയ്തതും തെറ്റാണ്, അനുമോൾ ചെയ്തതും തെറ്റാണ്. പക്ഷേ അനുമോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അനുമോൾ എത്ര ചിന്തിച്ച് കാണില്ല. ഒരാളത് എടുത്ത് ബാത്റൂമിൽ എറിയും, അല്ലെങ്കിൽ ബാത്റൂമിൽ താഴോട്ട് ഇടും എന്ന് പോലും വിചാരിച്ചില്ല. വേറെ ആരുമാണെങ്കിൽ അങ്ങനെ ഇടത്തില്ല. അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും ചോദിച്ചേനെ ഇത് ആരുടെയാണ് എന്നെങ്ങനെയും ചോദിച്ചത്. ലക്ഷ്മി ഒന്നുമില്ലാതെ അത് അപ്പം തന്നെ താഴെ ഇട്ടു എന്നുള്ളതാണ്. അത് വളരെ തെറ്റായ, അല്ലെങ്കിൽ ഇത്രയും ഒരു പേഴ്സണെ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ലക്ഷ്മി തയ്യാറല്ല എന്നുള്ളതാണ്. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ബൈ.